പ്രിയമുള്ളവരെ, നമ്മളൊരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ടിനേക്കാൾ വലിയ വേറെ എന്ത് മോട്ടിവേഷനാണുള്ളത്? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നോ അല്ലെ മറ്റുള്ള വ്യക്തികളിൽ നിന്നോ അദ്ദേഹത്തിന്റെ സതുദ്ദേശപരമായ ക്രിയാത്മകമായ സംരംഭങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വളരെ മോശമായി അയാളെ ചിത്രീകരിക്കുകയും അയാളെ അവഹേളിക്കുകയും സമൂഹത്തിന് മുന്നിൽ പല അവഹേളനക്കും വിധേയമാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി രൂപപ്പെടുന്നതാണ്. ആ എനർജിയാണ് അദ്ദേഹത്തെ പിന്നീട് എന്നെ അവഹേളിച്ചവരെ, എന്നെ ആക്ഷേപിച്ചവരെ, എന്നെ വില കുറച്ച് കാണിച്ചവരെ, എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവരെ അവർക്ക് ഞാൻ ജീവിതത്തിൽ പ്രവർത്തിച്ച് തന്നെ കാണിച്ചു കൊടുക്കും എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത്, എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അപ്പൊ ക്രിയാത്മകമായി ഒരാൾ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഏതൊരു രംഗത്തായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ കലാലയങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസുകളിലായിക്കോട്ടെ, മറ്റേതെങ്കിലും നമ്മുടെ ഫാക്ടറികളിലായിക്കോട്ടെ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലാവട്ടെ, സഹപ്രവർത്തകരിൽ നിന്നോ അതുപോലുള്ള സമൂഹത്തിൽ നിന്നോ നമ്മുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളെ അവഹേളിക്കുകയും തരം താഴ്ത്തുകയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ദുർബല വ്യക്തിത്വത്തിന്റെ ഉടമകൾ ചിലപ്പോൾ പെട്ടെന്ന് അത്തരം ഡീമോട്ടിവേഷണൽ ആയിട്ടുള്ള പ്രോസസ് കാണുമ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് നമുക്ക് വേണ്ടത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു ശക്തി എന്ന് പറയുന്നത്, എന്തോ ആരോ എന്തോ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ആണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കരിയറിന് വളരെയധികം പുരോഗതി ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ, നമ്മുടെ കരിയറിനെ മെച്ചപ്പെടുത്തുന്നതാണെങ്കിൽ, അങ്ങനെ ഏത് രംഗത്തായിക്കോട്ടെ, പൊളിറ്റിക്സിലായിക്കോട്ടെ, സാമൂഹ്യ രംഗത്തായിക്കോട്ടെ, സാംസ്കാരിക രംഗത്തായിക്കോട്ടെ, നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള നമ്മുടെ ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ എന്ത് അവഹേളനം സഹിച്ചാലും നമുക്ക് അതിൻ്റെ 1000 മടങ്ങ് ശക്തിയോടുകൂടി നമുക്ക് നമ്മളിലുള്ള ആ ഊർജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചലഞ്ച് ഒരു വെല്ലുവിളി എന്ന രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും. അത്തരത്തിലുള്ള ആളുകളാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഒരുപാട് അവഹേളനങ്ങൾക്കും അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്കും വിധേയരായിട്ടാണ് ഒരുപാട് സയന്റിസ്റ്റുകൾ ഇന്ന് നമ്മളിന്ന് അനുഭവിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.